എൻ്റെ ചങ്ങാതിമാരെ തലച്ചോറ് കഴിച്ചിട്ടുണ്ടോ? അത് നല്ല ആടിൻ്റെ തലച്ചോറ്. അവനെ ദേ ഇതുപോലെ മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ച് ദേ ഇതുപോലെ നല്ല കിടുക്കാച്ചി ആയിട്ട് ഇവൻ ആ ഒറിജിനൽ കിടുക്കാച്ചി കേട്ടോ. സാധനം ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കിയെന്ന് കഴിച്ചു നോക്കുക എൻ്റെ ചങ്ങാതി. സംഭവം പൊളി എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ്, ഒരു രക്ഷയില്ല കേട്ടോ. അപ്പം നേരെ രാവിലെ നമ്മുടെ ചങ്ങാതിമാരുടെ കടയായ ഏറ്റുമാനൂരുള്ള ബിസ്മില്ലായി എന്ന് പറഞ്ഞ കടയിലേക്ക് നേരെ വെച്ച് പിടിച്ചു. നല്ല കിടുക്കാച്ചി മട്ടൻ കിട്ടുന്ന കടയാണ് ഏറ്റുമാനൂരുള്ള. നിങ്ങൾ ആ കട ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് പാർട്സ് വേണം, ഏത് പീസ് വേണം, എന്ത് വേണമെന്നത് അവരോട് പറഞ്ഞാൽ മതി. ചങ്ങാതിമാർ സാധനം സെറ്റാക്കിയത് സാധാരണ ഉള്ളിടത്തെ പോലെയല്ല, നല്ല അടിപൊളി മട്ടനാണ്. വിലയും അതിനനുസരിച്ചേ ഉള്ളൂ കേട്ടോ, ഒത്തിരി ഒന്നുമില്ല. നല്ല ഒറിജിനൽ മട്ടൻ നിങ്ങൾക്ക് കിട്ടും. നമ്മുടെ ചങ്ങാതി അവിടെ കിടന്നത് മട്ടനിട്ട് കിടന്ന് വെല്ലുന്നുണ്ടോ. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ഇച്ചിരി തലച്ചോറ് വേണമെന്ന് പറഞ്ഞു. മട്ടൻ്റെ തലച്ചോറ് പിള്ളേർക്ക് കൊടുക്കാൻ വേണ്ടിയൊക്കെയാണെന്ന് പറഞ്ഞപ്പോഴേക്ക് ചങ്ങാതി ഒന്നും നോക്കിയില്ല, അടിപൊളി തലച്ചോറ് എടുത്ത് കൈ തന്നു. സാധനം ഞാൻ പറഞ്ഞു ഒരെണ്ണം പോരാ, ഒരു മൂന്നാലെണ്ണം വന്നു. ചങ്ങാതി കവറിലാക്കി സെറ്റാക്കി തന്നു. നേരെ വെച്ച് പിടിപ്പിച്ചു. നമ്മുടെ കലാപരിപാടി ആദ്യം തന്നെ തീ പിടിപ്പിക്കുന്നു. അതിന് ശേഷം ഉരുളി ചൂടാക്കാൻ വെക്കുന്നു. ഉരുളി ചൂടായ ശേഷം അതിലേക്ക് നല്ല സ്റ്റൈലായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്ക് ഇഞ്ചി നീളത്തിലരിഞ്ഞത് ഇതിലിട്ടങ്ങ് മൂപ്പിക്കുക. അവൻ ഏകദേശം ലൈറ്റ് ഒന്ന് കളറായി വരുമ്പോഴേക്ക് വെളുത്തുള്ളി ചെറുതായി എറിഞ്ഞതോ നീളത്തിലരിഞ്ഞായാലും ഒരു കുഴപ്പമില്ല, എടുത്തൊരു മറിമറിക്കുക. അവനെയും ഇതുപോലെ ഇട്ടങ്ങ് മൂപ്പിക്കുക. കണ്ടോ, അവന് ഏകദേശം ഒരു മൂത്തൊരു പരുവായി വരുമ്പോഴേക്ക് സവോള നീളത്തിലരിഞ്ഞായാലും കുഴപ്പമില്ല, കുനുകുനാന്നരിഞ്ഞായാലും കുഴപ്പമില്ല കേട്ടോ. എടുത്തൊരു മറിമറിക്കുക, റോസ്റ്റ് ചെയ്യുക. ഈ റോസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ചാനലായ ഷെഫ് നുബുദ് ആൽക്കമിസ്റ്റ് ചാനൽ ഫോളോ ചെയ്യാത്തവരുണ്ട് ഫോളോ ചെയ്യാനും, ലൈക്ക് ചെയ്യാത്തവരുണ്ട് ലൈക്ക് ചെയ്യാനും, കമൻറ്റുകൾ വാരി വിതറാനും, കൂട്ടുകാർക്ക് ഷെയർ കൊടുക്കാനും മറക്കല്ല കേട്ടോ. ചങ്ങാതി സംഭവം പൊളി കേട്ടോ. അവനൊന്ന് വാടി വരുമ്പോൾ ലേശം ഉപ്പും കൂടെ ഇട്ട് കഴിഞ്ഞാൽ സംഭവം പെട്ടെന്ന് വാടി കിട്ടുന്ന ട്രിക്ക് കേട്ടോ. അപ്പോൾ ലേശം ഉപ്പും കൂടെ ഇട്ട് ഇവനെ ഒന്ന് ഇതുപോലെ മൂപ്പിച്ചെടുക്കുക. അവൻ ഏകദേശം വാടിയൊരു പരുവായുമ്പോൾ തക്കാളി ഇതുപോലെ അരിഞ്ഞതെടുത്തൊരു മറിമറിക്കുക. തക്കാളിയും കൂടെ ഇട്ട് ഇതുപോലെ നല്ലോണം മൂപ്പിക്കുക. ആ തക്കാളിയും സവോളയും എല്ലാം കൂടെ ഒന്ന് വാടി വരണം കേട്ടോ. ഓവർ റോസ്റ്റ് ആക്കൽ, ഒന്ന് വാടി ഈ ഒരു പരുവത്തിലായി വരുമ്പോഴേക്ക് ഇനി നമുക്കിതിലേക്ക് ലേശം പച്ചമുളക് രണ്ടായി കീറിയ പച്ചമുളകും കറിവേപ്പിലയും കൂടെ സ്റ്റൈലായിട്ട് ഇട്ട് കൊടുക്കുക. കറിവേപ്പിലയും കൂടെ ഇട്ട ശേഷം അവനെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. ആ പച്ചച്ചോവയൊന്ന് മാറുന്ന രീതി മതി കേട്ടോ. ഒന്ന് ലൈറ്റായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. അവനും ഏകദേശം ഈ ഒരു പരുവായി വരും കേട്ടോ. ഈ ഒരു പരുവായി വരുമ്പോഴേക്ക് ഇനി നമുക്ക് മസാല ഇടുന്ന കലാപരിപാടിയാണ്. ആദ്യം തന്നെ ഇതിലേക്ക് ഇതുപോലെ സ്റ്റൈലായിട്ട് മുളക് പൊടി ഇട്ട് കൊടുക്കുക. അതിനുശേഷം ലേശം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ഈ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട ശേഷം ഇവനെ ഒന്ന് ചെറു ചൂടിലിട്ടങ്ങ് മൂപ്പിക്കുക. കാരണം കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയാണ് ചെറു ചൂടിലിട്ട് ആ പച്ചച്ചോവയൊക്കെ ഒന്ന് മാറുന്ന വരെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. എന്നിട്ട് ലേശം മല്ലിപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക. ലേശം മതി കേട്ടോ, അധികം മല്ലിപ്പൊടി ഇടണം. ലേശം മല്ലിപ്പൊടിയും കൂടെ ഇട്ട ശേഷം അതും കൂടെ ഇട്ട് ഇതുപോലെ നല്ലോണം അങ്ങ് മൂപ്പിക്കുക. അപ്പോഴും ചെറു ചൂടിലാക്കിയോ ഓവർ ചൂടായി കഴിഞ്ഞാൽ എല്ലാം കൂടെ കരിഞ്ഞു പോയി കഴിഞ്ഞാൽ ടേസ്റ്റ് ടോട്ടലി മാറിപ്പോകും കേട്ടോ. എന്നിട്ട് ലാസ്റ്റ് ലേശം മീറ്റ് മസാല, ലേശം ജീര പൗഡർ. മീറ്റ് മസാല ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഗരം മസാല ഇടേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് ഞാൻ മീറ്റ് മസാല ഇട്ടത് കേട്ടോ. നല്ല ടേസ്റ്റ്, ഒരു പ്രത്യേക ടേസ്റ്റാണ്. ലേശം മീറ്റ് മസാലയും ജീര പൗഡറും കൂടെ ഇട്ട ശേഷം അവനെ ഒന്ന് പച്ചച്ചോവ് മാറുന്ന വരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. റോസ്റ്റ് ചെയ്ത് ഈ ഒരു പരുവത്തിന് വരുമ്പോഴേക്ക് അതിലേക്ക് നല്ല കുറുകിയ തേങ്ങാപ്പാലുണ്ടെങ്കിൽ ആ തേങ്ങാപ്പാലും കൂടെ ചേർത്ത് ഈ ഒരു പരുവത്തിലേക്ക്, ഈ റോസ്റ്റ് ഗ്രേവിക്കില്ല, നല്ല ടൈറ്റായിട്ടുള്ള റോസ്റ്റ് ഗ്രേവി ഒരു പരുവത്തിലാക്കി വെക്കുക. എന്ന ശേഷം അടുത്ത കലാപരിപാടിയാണ് നമ്മുടെ തലച്ചോറില്ലേ, ആടിൻ്റെ തലച്ചോറ്. അവനെ ഒന്ന് വേവിച്ചെടുക്കണം. ആദ്യം തന്നെ ഇതുപോലെ ഒരു പാനിലേക്ക് ലേശം വെള്ളം ഒഴിക്കുക. വെള്ളം ഒഴിച്ച ശേഷം ലേശം ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിട്ട ശേഷം ലേശം മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുക. വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോഴേക്ക് തിളച്ച് വരുമ്പോൾ ഇച്ചിരി മുളക് പൊടിയും കൂടെ ഇട്ട്, തിളച്ച് വരുമ്പോൾ വേണം കേട്ടോ മുളക് ഇടുക കേട്ടോ. മുളക് പൊടിയും കൂടെ ഇട്ട ശേഷം ഇവനെ ഒന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് ഇവനെ ഏകദേശം ഈ ഒരു പരുവായി തിളച്ച് വരുമ്പോഴേക്ക് അതിലേക്ക് നല്ലോണം കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന തലച്ചോറ് സ്ലോ മോഷനിൽ ഇട്ട് കൊടുക്കുക. സ്ലോ മോഷൻ ഇട്ട് കൊടുത്ത് ഓവറായിട്ട് വേവിക്കല്, പൊടിഞ്ഞു പോകും. ഒരു 2 തിള മതി കേട്ടോ. 2 തിള വരുമ്പോഴേക്ക് അവനെങ്ങ് പൊക്കിയെടുക്കുക. കാരണം ഈ തലച്ചോറാകുമ്പോൾ പെട്ടെന്ന് കുക്കാവുമല്ലോ. എന്നിട്ട് പൊക്കിയെടുത്ത് നമ്മുടെ ഈ ഗ്രേവിയിലേക്ക് സ്ലോ മോഷനിൽ ഇട്ട് കൊടുക്കുക. ആ ഗ്രേവിയിലേക്ക് സ്ലോ മോഷനിൽ ഇട്ട് കൊടുത്ത ശേഷം ഇവനെ സ്ലോ മോഷനിൽ മിക്സ് ചെയ്യാവുള്ളൂ, അല്ലെ എല്ലാം കൂടെ ഉടഞ്ഞു പോകും കേട്ടോ. കാരണം ബ്രെയിൻ ഇങ്ങനെ വലിയ പീസായിട്ട് കിടന്നാലേ ഉള്ളൂ. ആ മസാലയൊക്കെ അകത്തേക്ക് പിടിച്ച് സെറ്റാക്കിയിട്ട് കഴിക്കുമ്പോൾ നിങ്ങളിങ്ങനെ പൂ പോലെ ഇരിക്കും, റോസപ്പൂവൊക്കെ മാറിയിരിക്കും. അതുപോലെ സാധനം കേട്ടോ, ഒരു രക്ഷയില്ല. ഇത് കണ്ടിട്ട് എനിക്ക് തന്നെ കൊതി വന്നൊരു രക്ഷയില്ല. ഒന്നും നോക്കണ്ട, ഇച്ചിരി ബ്രെയിൻ മേടിച്ച് ഉണ്ടാക്കി തകർത്ത് നോക്ക്, സംഭവം പൊളി കേട്ടോ. ഇന്ന് ലാസ്റ്റ് ലേശം കുരുമുളക് പൊടി ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതും കൂടെ ഇട്ട് കഴിയുമ്പോൾ എൻ്റെ ചങ്ങാതി കൊതി വരാത്ത ആരെങ്കിലും ഉണ്ട്, കണ്ടിട്ട് എനിക്ക് തന്നെ കിളി പറക്കോട്ടെ, ഒരു രക്ഷയില്ല കേട്ടോ. എന്നിട്ട് അടുത്ത കലാവരെ ലേശം ചോറെടുക്കുക. ആ ചോറിലേക്ക് നമ്മുടെ ഉണക്കസ്രാവിൻ്റെ അച്ചാറുണ്ടെങ്കിൽ അവനെങ്ങ് മേടിച്ചിട്ട് ആ സൈഡിലേക്ക് വെച്ചതിന് ശേഷം നമ്മുടെ ഈ തലച്ചോറിൻ്റെ റോസ്റ്റും കൂടെ ചോറിലേക്ക് വെച്ചിട്ട് എൻ്റെ ചങ്ങാതി ഇളക്കി ഒരു പിടുത്തം പിടിക്കുക. ഈ പിടിക്കുന്ന സമയത്ത് നമ്മുടെ ഈ നല്ല കിടുക്കാച്ചി ഹോം മെയ്ഡ് അച്ചാറുകളുണ്ട്. വേണ്ടവർ നമ്മുടെ വാട്സപ്പ് നമ്പർ നമ്മുടെ സ്റ്റോറിക്കകത്ത് കിടപ്പുണ്ട്, അല്ല നമ്മുടെ പേജിൻ്റെ അകത്ത് കിടപ്പുണ്ട്. ഒരു ഹായ് എന്ന് മെസ്സേജ് ഇട്ട് ഞാൻ ഡീറ്റെയിൽ മൊത്തം അയച്ചറിയാം. അപ്പോൾ ഇതിൻ്റെ കൂടെ ഇളക്കി ഒരു